എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ജണ്ടവരിശകൾ 1, 2, 3 സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. ജണ്ടവരിശകൾ 1. ജണ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2-2 സ്വരങ്ങളെ ഇരട്ടിച്ചു പാടുന്ന രീതിയാണ് ജണ്ടവരിശകൾ. പിന്നെ രണ്ടാമത്തെ ജണ്ടവരിശകൾ പാടിയത് എങ്ങനെയായിരുന്നു? സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. 2. മൂന്നാമത് പാടിയത് സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ മ മ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ പ പ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ ധ ധ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ നീ നീ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ ധ ധ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ പ പ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ മ മ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി ഗ ഗ മ മ ഗ ഗ രി രി സ സ.
വരിശകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയത്. 3 ജണ്ടവരിശകൾ. ഇതിൻ്റെ എല്ലാം പറഞ്ഞു. ജണ്ടവരിശകൾ നമ്മൾ ഒന്നാം കാലത്തിൽ തന്നെ പാടുന്നത് 2 സ്വരങ്ങൾ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണ നമ്മുടെ സംഗീതത്തിൻ്റെ കണക്കിനോട് എല്ലാ വീഡിയോകളിലും പറഞ്ഞതിന് ഒന്നുകൂടെ പറയുകയാണ്. സപ്തസ്വരം നമ്മൾ 4 കാലം പാടിയത്. ഒന്നാം കാലം ഒരടിക്ക് 1 സ്വരം, രണ്ടാം കാലം ഒരടിക്ക് 2 സ്വരം, മൂന്നാം കാലം ഒരടിക്ക് 4 സ്വരം, നാലാം കാലം ഒരടിക്ക് 8 സ്വരം. ഇരട്ടി സ്വരങ്ങൾ. ഒന്നാം കാലത്തിൽ നമ്മൾ 1 സ്വരമാണ് പാടിയത്. പക്ഷെ ജണ്ടവരിശ എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ഫോം എന്ന് പറയുന്നത് ഡബിൾ നോട്ടാണ്, ഇരട്ട വരിശകളാണ്, 2ആയിട്ടാണ് വരിക തുടക്കം തന്നെ. അപ്പം നമ്മൾ ഒന്നാം കാലത്തിൽ 2 നോട്ടാണ് ഒന്നാം കാലത്തിൽ തന്നെ തുടങ്ങുക. അപ്പം 2, 4, 8, 16 അങ്ങനെയാണ് അതിൻ്റെ കാലങ്ങൾ ക്രമമായിട്ട് പോവുക. അപ്പം നമ്മളതിൻ്റെ 3 കാലങ്ങൾ 1, 2, 3 കാലങ്ങൾ നമ്മൾ ആ കഴിഞ്ഞ 3 വരിശകളുടെയും ആ വീഡിയോസിൽ നമ്മൾ പാടിയിട്ടുണ്ട്. നിങ്ങളത് കേൾക്കാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസ് എല്ലാം കാണുകയും കേൾക്കുകയും ആ ഓർഡറായി തന്നെ പ്രാക്ടീസ് ചെയ്യുകയും നിങ്ങളുടെ നോട്ട് കൃത്യമായി എഴുതി ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ജണ്ടവരിശകളിൽ 4ാമത്തെ ജണ്ടവരിശ. ജണ്ടവരിശകളിൽ 4ാമത്തത് സ സ രി രി ഗ സ രി ഗ അങ്ങനെയാണ് തുടങ്ങുക. ശരിക്കും അതിൻ്റെ ശരിക്കുള്ള നമ്മൾ കൃത്യമായി നോട്ട് 2 ആയിട്ട് എഴുതുമ്പോൾ സ സ രി രി ഗ സ രി ഗ എന്നാണ് പറയുക. ഗസ രിഗ എന്നാണ് ശരിക്കും ആ നോട്ടിലുണ്ടാവുക. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുക. പക്ഷെ പാടാനുള്ള സൗകര്യത്തിനും അതിൻ്റെ ആ ട്യൂണിൻ്റെ കുറച്ചുകൂടെ ഒരു ഫോർമേഷൻ കറക്റ്റാകാൻ വേണ്ടി നമ്മൾ സ സ രി രി ഗ സ രി ഗ. അപ്പം സരിഗ എന്ന് ഓർഡറായിട്ട് വരും, അല്ലെങ്കിൽ ഗ സ രിഗ എന്ന് വരും, പിരിഞ്ഞു വരും. അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി സ സ രി രി ഗ സ രി ഗ. പിന്നെ നമ്മൾ ആദ്യം പോലെ സ സ രി രി ഗ ഗ മ മ. രണ്ടാമത്തെ ലൈൻ രി രി ഗ ഗ മ രി ഗ മ. രിഗമാന്ന് ചേർന്ന് പാടുമ്പോൾ വരും രി രി ഗ ഗ മ മ പ പ. തേർഡ് ലൈൻ ഗ ഗ മ മ പ ഗ മ പ. പ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഗമപ്പ എന്ന് പാടിയാൽ മതി, അതൊന്ന് പിരിച്ച് പാടിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഗ ഗ മ മ പ ഗ മ പ. അപ്പോൾ കറക്റ്റ് ആ ഒരു ആ ട്യൂണിൻ്റെ ഒരു ഫോർമേഷൻ കൃത്യമായിട്ട് വരികയും ചെയ്യും. ഗ ഗ മ മ പ പ ധ ധ. അടുത്ത ലൈൻ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ പ ധ നീ പദനി പ പ ധ ധ നീ നീ സ സ. ആരോഹണം നമ്മൾ മുകളിലത്തെ ഷഡ്ജത്തിലെത്തി. ഇനി ഡിസെൻഡിങ് ഓർഡറാണ്, അവരോഹണമാണ്. മുകളിലത്തെ സൈന്ന് താഴേക്കാണ്. സ സ നീ നീ ദ സ നീ ദ. സ സ നീ നീ ദ സ നീ ദ. ദസ നിദ എന്നാണ് എഴുതുക. പക്ഷെ നമ്മൾ പാടുന്ന സമയത്ത് സ സ നീ നീ ദ സ നീ ദ. പാടാൻ സൗകര്യവും കേൾക്കാൻ സുഖവും അതാണ്. അതുപോലെ സ സ നീ നീ ധ ധ പ പ. അടുത്ത ലൈൻ നീ നീ ധ ധ പ നീ ധ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. അതാണ് ഒരു 4ാമത്തെ ഫുൾ വരിശകൾ.
ജണ്ടപരിശകളെല്ലാം കുറേ ലൈൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ ഓർഡറായിട്ട് തന്നെ കൃത്യമായി തുടക്കത്തിൻ്റെ അവിടെ ആദ്യം 2 വര വരയ്ക്കുക, പിന്നെ 8 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കുക, പിന്നെ വീണ്ടും 8 സ്വരം കഴിഞ്ഞാൽ 2 വര വരയ്ക്കുക. ആദ്യം 2 വര വരയ്ക്കുക, 8 സ്വരം കഴിഞ്ഞാൽ 1 വര വരയ്ക്കുക. എന്താ 1 വര? താളം പകുതിയായി. ആദ്യത്തെ 2 വര താളം തുടങ്ങി, ഇടയ്ക്ക് വരുന്ന 1 വര താളം പകുതിയായി. അത് കഴിഞ്ഞാൽ വീണ്ടും 8 സ്വരം കഴിഞ്ഞാൽ 2 വര, അപ്പോൾ താളം അവസാനിച്ചു. അപ്പോൾ താളം തുടങ്ങി 2 വര, താളം പകുതിയായി 1 വര, താളം അവസാനിച്ചു 2 വര. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 16 സ്വരം വരും ഒരൊറ്റ താളത്തിൽ. ആദ്യ താളം 8 ബീറ്റാണ്. ഒരു ബീറ്റിൽ 2 നോട്ട് വെച്ച് വരുമ്പോൾ 8 × 2 16. അതാണ് സിമ്പിൾ കണക്കാണത്. അങ്ങനെയാണ് ജണ്ടപരിശകൾ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുക, നൊട്ടേഷൻ എഴുതുക. അപ്പം ഇതാണ് 4ാമത്തെ വരിശകൾ. അതൊന്ന് പാടി നോക്കാം നമുക്ക്. ആദ്യം വെറുതെ ഒന്ന് പാടാം, അതിൻ്റെ നോട്ടിൻ്റെ ഫോർമേഷൻ ഒന്ന് നമുക്ക് പാടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ താളത്തിലേക്ക് കിടക്കാം. സ സ രി രി ഗ സ രി ഗ. കണ്ടോ? ആ ശരിക്കും പാടുമ്പോൾ എങ്ങനെയാണ് പാടേണ്ടത്? സ സ രി രി ഗ സ രി ഗ എന്നാണ് നോട്ടിൽ എഴുതുക. പക്ഷെ നമുക്ക് പാടാൻ ഉള്ള സൗകര്യവും കേൾക്കാനുള്ള സുഖത്തിനും വേണ്ടി സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ പ ധ നീ പ പ ധ ധ നീ നീ സ സ. ആരോഹണം കഴിഞ്ഞു. ഇനി അവരോഹണത്തിലേക്ക് വരികയാണ്. സ സ നീ നീ ധ സ നീ ധ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ നീ ധ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. ഇതാണ് അതിൻ്റെ ശരിക്കുള്ള ഫോർമേഷൻ. ഇതാണ് ആ ഒരു സ്വരത്തിൻ്റെ ഓർഡറും അതിൻ്റെ ട്യൂണും ഇങ്ങനെയാണ് പാടുക. ഇനി നമുക്ക് താളം അടിച്ചിട്ട് എങ്ങനെയാണ് പാടുക എന്ന് പറയാം. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞു ആദ്യം ഒരടിക്ക് 2 സ്വരം വെച്ചിട്ട് പാടിപ്പോവുക. നോക്കിക്കോളൂ. സ സ രി രി ഗ സ രി ഗ. ഗായും സായും ഇതിൽ തന്നെ വരും.
സ സ രി രി ഗ സ രി ഗ ഗ സ രി ഗ. പക്ഷെ നമ്മൾ പാടുന്നത് എങ്ങനെയാ? സ സ രി രി ഗ സ രി ഗ. ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് സരിഗ എന്ന് പാടിയാൽ മതി. അപ്പോൾ കേൾക്കാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ പാടുക. ആ സെക്കൻഡ് ഫിംഗറിൽ വരുന്ന നോട്ടുകളെല്ലാം അങ്ങനെ തന്നെ പാടുക. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ മ പ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ പ ധ നീ പ പ ധ ധ നീ നീ സ സ. അവരോഹണം സ സ നീ നീ ദ സ നീ ദ നീ സോറി സ സ നീ നീ ദ സ നീ ദ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ നീ ധ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. ഇതാണ് നാലാമത്തെ ചെണ്ടപരിശകൾ ഒന്നാം കാലം പാടുന്ന മെത്തേഡ്. ഇത് നിങ്ങൾ ആദ്യം ആ സ്വരത്തിൻ്റെ ആ ഒരു ഫോർമേഷൻ, ആ സ്വരങ്ങൾ വരുന്ന ആ ഒരു രീതി, അതിൻ്റെ ഓർഡർ ഒന്ന് വൃത്തിയാക്കുക. ഒന്ന് പാടി ഓർഡറാക്കിയതിന് ശേഷം മാത്രം ആ സ്വരത്തിൻ്റെ ഓർഡറും അതിൻ്റെ ട്യൂണും ഒന്ന് ആദ്യം, ആ സ്വരസ്ഥാനങ്ങൾ, അതാണ് നമ്മൾ ട്യൂണെന്ന് ഉദ്ദേശിക്കുന്നത്, അതൊന്ന് കൃത്യമാക്കിയതിന് ശേഷം മാത്രം താളമടിച്ച് പാടി നോക്കുക. ആദ്യം തന്നെ താളമടിച്ച് പാടാൻ ശ്രമിക്കരുത്. താളവും തെറ്റും, സ്വരസ്ഥാനങ്ങളും തെറ്റും. അപ്പം ആദ്യം ആ സ്വരത്തിൻ്റെ ഓർഡർ പഠിക്കുക, പിന്നെ അതിൻ്റെ ട്യൂണ്, സ്വരസ്ഥാനങ്ങൾ കൃത്യമാക്കുക. അതിനുശേഷം അത് ഓക്കെ ആണെന്ന് തോന്നിയാൽ, നമ്മൾ പാടുന്ന പോലെ കൃത്യമായിട്ട് വരുന്നുണ്ട് എന്ന് തോന്നിയാൽ ഒരടിക്ക് 2 സ്വരം വെച്ചിട്ട് ഒന്നാം കാലം പാടി നോക്കുക. ഓക്കെ, ഇതിനടുത്ത് തന്നെ നമ്മളൊരു, ഇതാണ് നമ്മുടെ ഈ 4-ാമത്തെ വരിശകളുടെ ഒരു വീഡിയോ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്കെൻ്റെ 2-ാം കാലം എങ്ങനെയാണ് പാടുക എന്ന് നോക്കാം. കാരണം ഇതിപ്പോൾ തന്നെ നമുക്ക് വീഡിയോയുടെ ലെങ്ത് കൂടുമ്പം ഒരുപാട് ആൾക്കാർ കാണുന്നത് കുറയുന്നുണ്ട്. അപ്പോൾ ലെങ്ത് കൂടുമ്പം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു 20 മിനിറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോളോ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത കാലം എങ്ങനെ പാടാം എന്നുള്ളത്, താളത്തിൽ പാടാമെന്ന് ഉടനെ തന്നെ പാടുന്നതായിരിക്കും. ഇതിൻ്റെ നമ്മൾ കുറച്ച് ജണ്ടവരിശകൾ കുറച്ച് കൂടുതലുണ്ട്. ജണ്ടവരിശകൾ, ധാട്ട് വരിശകൾ, വക്കർ ജണ്ടവരിശകൾ, അങ്ങനെ കുറേ നമുക്ക് ബേസിക് ലെസൺസ് ഇതിനോട് പാടാനുണ്ട്. അതുകൊണ്ട് മാക്സിമം കൂടുതൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം.
നമുക്കും നമ്മുടെ മറ്റ് ക്ലാസ്സുകളും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടുന്ന സമയത്തിനനുസരിച്ചാണ് മാക്സിമം വീക്കിലി വൺസെങ്കിലും ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോട് കൂടിയാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതനുസരിച്ചിട്ട് നല്ലപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നന്നായിട്ട് ഫോളോ ചെയ്ത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ പാടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും, നല്ലപോലെ പഠിക്കും, എല്ലാവരും സന്തോഷമായിട്ടിരിക്കും.